നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. 10ാം ക്ലാസ്സിന്റെ കേരള പാഠാവലിയുടെ 5ാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. പാഠത്തിന്റെ പേര് നരബലി എന്നാണ്. ഇത് എഴുതിയിട്ടുള്ളത് മറാഠി ശാസ്ത്ര കഥാകാരനായ സുബോധ് ജാവദേക്കർ ആണ്. വിവർത്തനം ചെയ്തിട്ടുള്ളത് കാളിയത്ത് ദാമോദരൻ എന്ന വിവർത്തന സാഹിത്യകാരനാണ്. അപ്പൊ ഈ പാഠഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രവേശകമായിട്ട് ഇപ്രകാരം ഒരു വാചകം നൽകിയിട്ടുണ്ട്. കല്ലിലെ തീപ്പൊരിയിൽ നിന്ന് പ്രതീതിയുടെ മാന്ത്രിക ലോകത്തേക്ക് വരയ്ക്കുന്ന പരിണാമചക്രം. നമ്മുടെ ശാസ്ത്ര പുരോഗതിയുടെ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണിത്. കല്ലുകൾ കൂട്ടിയുരസി തീ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മുടെ കൺമുമ്പിൽ യഥാർത്ഥമായ വസ്തുക്കൾ കൊണ്ടുവന്ന് യാഥാർത്ഥ്യം എന്നുപോലെ തോന്നിപ്പിക്കുന്ന വിർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ പ്രതീതി യാഥാർത്ഥ്യം എന്നൊക്കെയുള്ള ആ ശാസ്ത്ര സാങ്കേതികതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വളർച്ചയിലേക്ക് നമ്മൾ ഇന്ന് എത്തിക്കഴിഞ്ഞു എന്ന സൂചനയാണ് ഇവിടെ നൽകുന്നത്. നമ്മുടെ പാഠത്തിന്റെ പേര് നരബലി എന്നാണ്. നരബലി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം, പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു അന്ധവിശ്വാസം, അനാചാരം നിലനിന്നിരുന്നു. ദൈവപ്രീതിക്കായും കാര്യസാധ്യത്തിനായും ഒക്കെ മനുഷ്യരെ ബലി കൊടുക്കുന്ന ഒരു അനാചാരം നമ്മുടെ നാട്ടില് നിലനിന്നിരുന്നു. ദൗർഭാഗ്യവശാൽ ഈ അടുത്ത കാലത്തും പലയിടങ്ങളിൽ നിന്നും ഇത്തരം ചില വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. അജ്ഞതയുടെയും അന്ധവിശ്വാസത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇത്തരം ചില സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാവുന്നത്. ഇവിടെ ഈ കഥ എന്ന് പറയുന്നത് മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് ആവിഷ്കരിക്കുന്നത്. ആ ബന്ധത്തില് ഒരു ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ആ യന്ത്രത്തെ ബലി കൊടുക്കേണ്ടി വരുമ്പോഴുള്ള ഒരു കുറ്റബോധവും മനോവിഷമവും ഒക്കെ ആണ് ഈ കഥയിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നരബലി. ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിൽ ഇരുന്ന് ജോലികൾ ചെയ്യുന്നതിനിടയിൽ നരേഷ് തന്റെ മുമ്പിലുള്ള കമ്പ്യൂട്ടറുമായി സല്ലപിക്കുകയായിരുന്നു. മുമ്പൊക്കെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഉത്തരവ് കൊടുക്കണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോഴാകട്ടെ മനുഷ്യർ കൊടുക്കുന്ന കൽപ്പനകൾ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് തിരിച്ച് നൽകുന്ന മറുപടി സ്ക്രീനിൽ വായിച്ചെടുക്കാതെ തന്നെ കേൾക്കാൻ കഴിയും. ശബ്ദം അല്പം കൃത്രിമവും അരോചകവുമായി തോന്നുമെങ്കിലും എഴുതപ്പെട്ട വാക്കുകളേക്കാൾ നന്നായി തോന്നും. ഈ പ്രക്രിയയിലൂടെ താൻ ഒരാളോട് മുഖാമുഖം സംസാരിക്കുകയാണെന്ന പ്രതീതി, തോന്നൽ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്ന മനുഷ്യനുണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട സവിശേഷത. ഇത് സുഖകരമായ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ചും ഭൂമിയിൽ നിന്ന് 14 കോടി കിലോമീറ്റർ അകലെ ഏകാന്തതയുടെ നടുക്കയത്തിൽ കഴിയുമ്പോൾ ഇത്തരമൊരു സൗകര്യം വളരെ ആവശ്യമാണ്. നരേഷും കമ്പ്യൂട്ടറും തമ്മിൽ ഇടയ്ക്കിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നരേഷ്, ഞാനൊന്ന് പറയട്ടെ? യെസ് ബോസ്. ഒന്നും മിണ്ടാതിരിയടോ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ഇതെല്ലാം കമ്പ്യൂട്ടറിൽ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തതനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നവയാണ്. പക്ഷെ ഈ സംവിധാനം മൂലം താൻ സംസാരിക്കുന്നത് കമ്പ്യൂട്ടറിനോടല്ല, തന്റെ സഹപ്രവർത്തകനോട് ആണെന്ന തോന്നൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്തരമൊരു സംവിധാനം രൂപകൽപ്പന ചെയ്ത് പ്രയോഗക്ഷമമാക്കിയ ബുദ്ധിയെ നരേഷ് പലതവണ മനസ്സിൽ വണങ്ങാറുണ്ട്. ഇതുവരെയുള്ള യാത്രകളെല്ലാം സുഖകരമായിരുന്നു, നരേഷ് ആത്മഗതം പോലെ പറഞ്ഞു. യെസ് ബോസ്, കമ്പ്യൂട്ടർ മറുപടി പറഞ്ഞു. തുടർന്നുള്ള യാത്രയെക്കുറിച്ചുള്ള സൂചനകളെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മടക്കയാത്രയിൽ ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം കിട്ടി. എല്ലാ വിവരങ്ങളും ഈ ഫ്ലോപ്പിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം നിന്റെ ഹാർഡ് ഡിസ്കിൽ എടുത്തോളൂ. ഇതും പറഞ്ഞ് നരേഷ് മുമ്പിലുള്ള ബട്ടണിൽ വിരലമർത്തി. ഒരു നിമിഷത്തിനകം കമ്പ്യൂട്ടറിലെ പച്ച ബൾബ് പ്രകാശിച്ചു. വിവരശേഖരം വേണ്ട പോലെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതിന്റെ സൂചനയായിരുന്നു അത്. ഇത് അടുത്ത യാത്രയുടെ പരിപാടി. ഇതുപ്രകാരം വഴിയൊക്കെ നല്ലപോലെ അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളൂ. ഈ സൂചന അടുത്ത 24 മണിക്കൂറിനുള്ളിൽ താൻ നിർവഹിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ളതാണ്. ഓക്കെ ബോസ്. വഴി കണ്ടെത്തി കഴിഞ്ഞാൽ വിവരം എന്നോട് പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, സ്ക്രീനിൽ എഴുതി കാണിക്കുകയും വേണം. അപ്പോൾ ഞാൻ അടുത്തപടി നിർദ്ദേശങ്ങളും സൂചനകളും തരും. നരേഷ് കമ്പ്യൂട്ടറിന് കമാൻഡുകൾ കൊടുക്കുന്നതിനിടയിൽ കാപ്പി നിറച്ച സഞ്ചി വായിൽ വെച്ചു. ഗുരുത്വാകർഷണ ശൂന്യമായ അവസ്ഥയിൽ കാപ്പി മൊത്തിക്കുടിക്കുന്നതിന് പകരം വലിച്ചു കുടിച്ചു. സിപ്പ് ചെയ്യുന്നതിന് പകരം സക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കാപ്പികുടി നരേഷിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാപ്പി അല്പാൽപമായി മുത്തി കുടിക്കണം, എങ്കിലേ അതിനൊരു രസമുള്ളൂ. എന്നാൽ അടുത്ത ഒരു 15 ദിവസം കൂടി നരേഷിന് ആ രസം അനുഭവിക്കാൻ കഴിയില്ല. അയാൾ ചുമലുകൾ പൊക്കി സഞ്ചിയിലുള്ള കാപ്പി വായിലേക്ക് വലിച്ചു. ബഹിരാകാശ പേടകത്തിന്റെ വാതിലിലൂടെ സൂര്യബിംബത്തെ കാണാമായിരുന്നു. സൂര്യന് തൊട്ടടുത്തെത്തിയിരുന്നതിനാൽ ജനാലയ്ക്കടുത്ത് എല്ലാ ഭാഗങ്ങളും ആ പ്രകാശത്തിൽ കുളിച്ചു. ജനാല ചില്ലുകൾ കനത്ത കറുപ്പു നിറമായിരുന്നിട്ടും അതിനുള്ളിൽ കൂടി സൂര്യനെ നോക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ബോസ്, കമ്പ്യൂട്ടറിന്റെ ശബ്ദം കേട്ടു. എന്താ? സൂചനകളിൽ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തെറ്റോ? അതെ,
ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോയാൽ നമ്മൾ സൂര്യന്റെ തൊട്ടടുത്തെത്തും. അപ്പോൾ മൂപ്പരുടെ ഗുരുത്വാകർഷണ വലയത്തിനുള്ളിൽ നമ്മൾ അകപ്പെട്ടു പോകും. അതിന്റെ അകത്തുനിന്ന് രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഈ പേടകം നേരെ ചെന്ന് സൂര്യനിലെത്തും. എല്ലാം കത്തി ഭസ്മമാവും. നീ പറയുന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം, ജോലി വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ സൂര്യന്റെ ഇത്ര അടുത്ത് പോയേ മതിയാവൂ. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല എന്നാണോ? വഴിയൊക്കെ ഉണ്ടടോ, നരേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ പ്രോഗ്രാം നിനക്ക് ഇനിയും തന്നിട്ടില്ല. അവസാന നിമിഷത്തിൽ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്തിട്ട് അത് ഫീഡ് ചെയ്യാം. ചുരുക്കി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സൂര്യന്റെ തൊട്ടടുത്ത് ചെന്ന് ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ പേടകം 2 കഷ്ണങ്ങളായി മുറിയും. മുമ്പിലുള്ള വലിയ കഷ്ണം സൂര്യന്റെ ഗുരുത്വാകർഷണം മൂലം സൂര്യനിലേക്ക് വലിക്കപ്പെടും. പിൻഭാഗത്തുള്ള ചെറിയ കഷ്ണം മുമ്പ് പറഞ്ഞ പ്രക്രിയയുടെ റിയാക്ഷൻ മൂലം സൂര്യനിൽ നിന്ന് ദൂരെ പോവുകയും ചെയ്യും. എന്നിട്ടോ ഞാൻ ആ ചെറിയ കഷ്ണത്തിലായിരിക്കും. ഭൂമിയിൽ നിന്ന് പിന്നാലെ വരുന്ന മറ്റൊരു പേടകം എന്നെ ഭൂമിയിൽ തിരിച്ചെത്തിക്കും. അപ്പോ ഞാനോ? കമ്പ്യൂട്ടർ ചോദിച്ചു. നീ വലിയ കഷ്ണത്തിൽ തന്നെ ആവും ഉണ്ടാവുക. പിന്നെ സംസാരിക്കുന്നതിനിടയിൽ നരേഷ് സ്വയം നിർത്തി. നീ ആ ഭാഗത്തോടൊപ്പം സൂര്യനിൽ ലയിച്ചില്ലാതാകും എന്ന് പറയാൻ അയാളുടെ നാവ് പൊങ്ങിയില്ല. ഇത്രയും ദിവസങ്ങളായി ഉണ്ടായ സമ്പർക്കത്തിലൂടെ അയാൾ കമ്പ്യൂട്ടറിനെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ കാണാൻ തുടങ്ങിയിരുന്നു. തുടക്കത്തിൽ ഭൂമിയിൽ നിന്ന് പുറപ്പെടുമ്പോഴും അതിന് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ അയാൾ കമ്പ്യൂട്ടറിനെ വെറും ഒരു യന്ത്രമായി തന്നെയാണ് കണ്ടിരുന്നത്. ഈ ഗവേഷണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചില അമാനുഷ്യരും മനുഷ്യരല്ലാത്തവരും ഉണ്ടെന്ന് അയാൾക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല. ഇപ്പോൾ ഈ വസ്തുത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അയാളുടെ ശരീരമാകെ പൊട്ടിത്തെറിച്ചു. അതായത് എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടും അല്ലേ? ബലിയോ എന്ന് പറഞ്ഞാൽ എന്താ? നരേഷിന് ശരിക്കും അറിയാമായിരുന്നില്ല ആ വാക്കിന്റെ അർത്ഥം. പണ്ടൊക്കെ ബലി നൽകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. നീ അതിനെപ്പറ്റി കേട്ടിട്ടില്ലേ? ഇല്ല. നിനക്കറിയില്ലെങ്കിൽ പറയാം. പഴയ കാലത്ത്, അതായത് രാജാക്കന്മാരും റാണിമാരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ മഹാമാരിയോ ഒക്കെ ഉണ്ടായാൽ അവയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബലി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ തന്റെ നിർവികാര സ്വരത്തിൽ മെമ്മറിയിലുള്ള വിവരങ്ങൾ നൽകി. അതിന്റെ സ്വരം വിറയ്ക്കുന്നത് പോലെ നരേഷിന് തോന്നി. വെറുതെ ഒരു തോന്നൽ മാത്രം. അത് അവന് തോന്നിയതാണ്. അതൊരു യന്ത്രം മാത്രമാണെന്ന് ചില നിമിഷങ്ങളിൽ അയാൾ മറന്നു പോകുന്നു. എന്താ പറയുന്നത്? സത്യമായും ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബലിയർപ്പിക്കപ്പെടുന്ന യുവാവ് വളരെ ആകാംക്ഷയോടുകൂടി നരേഷ് ചോദിക്കുകയാണ്. അയാൾ മൂകനായി മരണത്തിന്റെ മുന്നിലേക്ക് നടന്നു പോകുന്നുവെന്നോ? അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ? ഓടി രക്ഷപ്പെടാൻ നോക്കില്ലേ അയാൾ? എങ്ങനെ? അയാളെ നല്ല ബലമുള്ള കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയിരിക്കും. അയാളുടെ കാലുകൾ ചങ്ങലയിട്ട് പൂട്ടിയിട്ടുണ്ടാവും. മരണമല്ലാതെ മറ്റൊരു വഴിയും അയാൾക്ക് മുമ്പിൽ ഉണ്ടാവില്ല. എന്തു പറയണം എന്നറിയാതെ നരേഷ് പരിങ്ങി. അപ്പൊ ഏതാണ്ട് ഇതേപോലുള്ള ഒരു അവസ്ഥയിലേക്കാണ് അയാൾ എത്തി നിൽക്കുന്നത്. നിന്റെ പേർ നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് അന്വർത്ഥമാകാൻ പോകുന്നു. നീ യഥാർത്ഥത്തിൽ നിന്റെ പേരിന് അർത്ഥം വളരെ കൃത്യമായി പദം നിന്റെ പേരിനോട് ചേരാൻ പോവുകയാണ്. അതായത് നീ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പോവുകയാണ്. നരേഷിന് താൻ മരിക്കുന്ന പോലെ തോന്നി. അയാൾ പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഈ ഒരു സംഭാഷണം നരേഷിനെ വല്ലാതെ വേദനിപ്പിച്ചു, ബുദ്ധിമുട്ടിച്ചു. എന്ത് മറുപടി പറയണം എന്നറിയില്ല. കമ്പ്യൂട്ടർ വെറും ഒരു യന്ത്രം, നിർദ്ദേശിക്കപ്പെട്ട വിധം കണക്കുകൾ കൂട്ടുന്ന ഒന്ന്. ഇപ്പോൾ അതിന് സംസാരശേഷി കിട്ടി എന്നതുകൊണ്ട് എന്താ? സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിന് പുറമെ അതേ സന്ദേശം അത് വാക്കാൽ തരികയും ചെയ്യുന്നു. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. അതിന് സ്വന്തം ബുദ്ധിയില്ല, വിചാര വികാരങ്ങളില്ല. അപ്പോൾ പിന്നെ തന്നെപ്പറ്റി നരേഷ് എന്നാൽ രാജാവ്, നിന്റെ പേര് അന്വർത്ഥമാവാൻ പോകുന്നു എന്നൊക്കെ വികാര വിക്ഷോഭത്തോടെ പറയാൻ കഴിയുന്നത് എങ്ങനെ? ഇതാണ് നരേഷിനെ ആശങ്കപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് യന്ത്രം ഒരു മനുഷ്യനെ പോലെ സംസാരിക്കാൻ തുടങ്ങുന്നത്? അതിന് ചിന്തിക്കാനുള്ള ശക്തിയുണ്ടോ? സ്വന്തം മരണത്തെപ്പറ്റി സങ്കല്പിക്കാൻ കഴിയുമോ? മരണത്തെപ്പറ്റി ആലോചിക്കണമെങ്കിൽ സ്വന്തം അസ്തിത്വത്തെ പറ്റിയുള്ള ബോധം അതിനുണ്ടാവണം. താൻ ഉണ്ട് എന്നുള്ള അവസ്ഥ, അതാണല്ലോ അസ്തിത്വം. അപ്പൊ താൻ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അവന് ഉണ്ടാവണം. അത് തത്സമയം ഉണ്ടായിട്ടുണ്ടാവുമോ? ഇതിനോടകം ആ ഒരു ചിന്ത കമ്പ്യൂട്ടറിന് വന്നിട്ടുണ്ടാവുമോ? അതിന്റെ സംസാരത്തിൽ തീർച്ചയായും പരിഹാസം തുടിച്ചു നിന്നിരുന്നു. സാധാരണ നിർവികാരനായി സംസാരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ആ വാക്കുകളിൽ പരിഹാസം ഉണ്ടായതായിട്ട് അയാൾ തിരിച്ചറിയുന്നു. ഇതിന്റെ അർത്ഥം അതിന് തന്റെ അസ്തിത്വത്തെ പറ്റി ബോധമുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. അത് താൻ എന്നൊരു അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ആണ് എന്നൊരു തിരിച്ചറിവ് ആ കമ്പ്യൂട്ടറിന് ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആത്മരക്ഷയ്ക്കായി എന്തെങ്കിലും ചെയ്തുകൂടുന്നുണ്ടോ? ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ സ്വയരക്ഷ. ബഹിരാകാശ പേടകത്തിന്റെ ഗതി തന്നെ മാറ്റിയാലോ? ഇനി ഈ ഡയറക്ഷൻ തന്നെ മാറ്റിക്കളഞ്ഞാലോ? ഒരു വേള ഒരുപക്ഷെ പേടകൻ 2 കഷ്ണങ്ങളായി വിഘടിക്കാതിരിക്കാൻ, വേർതിരിഞ്ഞു പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്താൽ, അങ്ങനെ സംഭവിച്ചാൽ ഈ ബഹിരാകാശ വാഹനം മുഴുവനായും സൂര്യന്റെ ഭക്ഷണമായി പോകും. എന്നെ ബലി കൊടുക്കും അല്ലേ? എന്നാൽ എന്നോടൊപ്പം നീയും മരിക്ക്. നരേഷ് വിയർത്തു കുളിച്ചുപോയി. ഇതൊന്നും സംഭവിച്ചല്ല എങ്കിൽ ഇതൊക്കെ നരേഷ് ഭാവനയിൽ കാണുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? എന്തു ചെയ്യണം? ഭൂമിയുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം തേടണോ? പക്ഷെ അതിനും കമ്പ്യൂട്ടറിന്റെ സഹായം വേണ്ടി വരുമല്ലോ. എന്നാൽ പിന്നെ കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചാലോ, മുറിച്ചു കളഞ്ഞാലോ? പക്ഷെ അപ്പോൾ ഈ വാഹനം അതിന്റെ വഴിയെ പോകില്ല. അതിന്
അതിന് കഴിയില്ല. എന്തു ചെയ്യണമെന്നറിയാതെ നരേഷ് കുഴങ്ങി. ഒന്ന് ചെയ്യാം, തന്റെ മുറിയിലെ കേൾവിയെ സഹായിക്കുന്ന യന്ത്രം ഓഫാക്കി വെക്കാം, എങ്കിൽ പിന്നെ കമ്പ്യൂട്ടറിന്റെ ശബ്ദം കേൾക്കില്ലല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അപകട സൂചനകളോ ഭൂമിയിൽ നിന്നെത്തുന്ന സന്ദേശങ്ങളോ ഒന്നും തന്നെ കേൾക്കാൻ കഴിയില്ല. വാഹനത്തിന്റെ മുൻഭാഗം വിഘടിച്ച് 2 കഷ്ണങ്ങളും 2 ദിശകളിലേക്ക് പോകാൻ ഇനിയും 24 മണിക്കൂർ സമയം ബാക്കിയുണ്ട്. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. വരുന്നത് വരട്ടെ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. അത്തരമൊരു സന്ദർഭം ഉണ്ടായാൽ അപ്പോൾ നോക്കാം. നരേഷ് ഒടുക്കം ഇത്തരമൊരു തീരുമാനത്തിലെത്തി. വെറുതെ ചിന്തിച്ച് തല പുകച്ചിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവില് വരുന്നത് വരട്ടെ എന്ന വിചാരത്തില് അടുത്ത ജോലിയിലേക്ക് കടക്കുകയാണ്. മനസ്സിനെ നിയന്ത്രിച്ച് ദൃഢചിത്തനായി ഉറച്ച മനസ്സോടെ അയാൾ കൺട്രോൾ റൂമിലേക്ക് നടന്നു. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സമയപട്ടിക അനുസരിച്ച് നരേഷ് തന്റെ ജോലികളിൽ വ്യാപൃതനായി മുഴുകി. എന്നാൽ മുമ്പത്തെ പോലെ കമ്പ്യൂട്ടറുമായി ഇടയ്ക്കിടെ സംസാരിക്കുന്ന ശീലം മാത്രം നിർത്തിവെച്ചു. നരേഷ് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ ഉത്തരവുകളും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടർ നിശബ്ദം അനുസരിക്കുന്നുണ്ടായിരുന്നു. യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ തന്നെ. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ നരേഷുമായി നടത്തിയ സംഭാഷണം വെറും ഭാവനാവിലാസം മാത്രമാണോ? തന്റെ തോന്നൽ മാത്രമായിരുന്നോ കമ്പ്യൂട്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത്? കൂടുതൽ ചിന്തിക്കാൻ നരേഷിന് സമയമില്ലായിരുന്നു. ചുമതലപ്പെടുത്തിയിരുന്ന എല്ലാ പരീക്ഷണങ്ങളും അയാൾ വേണ്ട പോലെ ചെയ്തു തീർത്തു. ആവശ്യമായ കുറിപ്പുകൾ എടുത്തു. ഇടയ്ക്കിടെ അയാളുടെ നോട്ടം മുൻപിലുള്ള പ്ലേറ്റിൽ പതിയുന്നുണ്ടായിരുന്നു. വാഹനം നിർദ്ദിഷ്ട മാർഗത്തിൽ കൂടെ തന്നെ, അതായത് നിർദ്ദേശിക്കപ്പെട്ട വഴിയിൽ കൂടെ തന്നെയാണ് സഞ്ചരിച്ചിരുന്നത്. ഒരു കുഴപ്പവും കാണാനായില്ല. എല്ലാം പൂർവ്വ നിശ്ചയത്തിനനുസരിച്ച് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. മുൻപേ കുട്ടി നിശ്ചയിച്ചതുപോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അവസാനം ആ സമയം എത്തി. ബഹിരാകാശ വാഹനം 2ആയി വേർപെടാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നരേഷ് കമ്പ്യൂട്ടറിന് നൽകിക്കൊണ്ടിരുന്നു. അവയെല്ലാം അക്ഷരം പ്രതി ഉൾക്കൊണ്ടു എന്നതിന്റെ തെളിവിനായി കമ്പ്യൂട്ടർ 2 തവണ ബീപ് ബീപ് എന്ന ശബ്ദമുണ്ടാക്കി. അടുത്ത 5 നിമിഷങ്ങൾക്കകം പേടകം 2ആയി വേർപെടും. നരേഷ് കൺട്രോൾ റൂമിൽ അവസാനമായി ഒന്ന് കണ്ണോടിച്ചു. എല്ലാം വ്യവസ്ഥിതമായി തന്നെ നടക്കുകയായിരുന്നു. എല്ലാം മുൻപേ നിശ്ചയിച്ചതുപോലെ, പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കുന്നു. 4 മിനിറ്റ് ബാക്കി. നരേഷ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അടുത്ത 3 മിനിറ്റുകൾക്കുള്ളിൽ അയാൾക്ക് വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് നീങ്ങേണ്ടതുണ്ടായിരുന്നു. അരയിൽ ബന്ധിച്ചിരുന്ന സുരക്ഷാ ബെൽറ്റിന്റെ ബക്കിൾ അയാൾ തിടുക്കത്തിൽ ഊരിമാറ്റി. അയാൾ കാലുകൾ ഉയർത്തി നോക്കാൻ ശ്രമിച്ചു. പക്ഷേ തന്റെ കാലുകൾ എവിടെയോ ഉടക്കിയിരിക്കുകയാണെന്ന് അപ്പോഴയാൾക്ക് മനസ്സിലായത്. അയാളുടെ വായിൽ നിന്ന് അസ്ഫുടമായ, വ്യക്തമല്ലാത്ത ശബ്ദത്തിൽ ഒരു നിലവിളി പൊങ്ങി പുറത്തു വന്നു. ഗുരുത്വാകർഷണരഹിതമായ പരിതസ്ഥിതിയിൽ സാധാരണ പോലെ നടക്കാൻ കഴിയുന്നതിനായി തന്റെ ബൂട്ടുകൾക്കടിയിൽ തറച്ചു വെച്ചിരുന്ന കാന്തം അതുമൂലമാണ് തനിക്ക് ഇങ്ങനെ തോന്നുന്നതെന്ന് അയാൾ അടുത്ത നിമിഷം ഓർമ്മ വന്നു. ശക്തിയോടെ അയാൾ കാലുകൾ ഉയർത്തി. ഭാഗ്യം, കാലുകൾ സ്വതന്ത്രമായി. 2 മിനിറ്റേ അവശേഷിച്ചിട്ടുള്ളൂ. ഇനി സൈറൻ ശബ്ദിച്ചു തുടങ്ങിയിരുന്നു. അയാൾ എങ്ങനെയോ കൺട്രോൾ റൂമിന്റെ വാതിൽക്കലെത്തി. 1 മിനിറ്റ് ബാക്കി. പാനലിന് മുകളിലെ മുഴുവൻ ചുവപ്പ് ബൾബുകളും പ്രകാശിച്ചു. നരേഷ് സർവ്വശക്തിയും സംഭരിച്ച് തന്റെ ശരീരം വാതിലിന് പുറത്തേക്ക് കൊണ്ടുവന്നു. നീന്തി നീന്തി അയാൾ വാഹനത്തിന്റെ പിൻവശത്തെത്തി. ഇടയ്ക്കുള്ള വാതിൽ പെട്ടെന്നടഞ്ഞു. അയാൾ ചെറുതായൊന്ന് ഞെട്ടിപ്പോയി. വാഹനം 2ആയി വിഘടിച്ചു തുടങ്ങിയിരുന്നു. 2ആയി വേർപെട്ടു തുടങ്ങിയിരുന്നു. ചുമരിൽ ഘടിപ്പിച്ചിരുന്ന ചെറിയ സ്ക്രീനിൽ അയാൾക്ക് അതിന്റെ ചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞു. മുൻഭാഗം അതിവേഗം സൂര്യനഭിമുഖമായി പോയിക്കൊണ്ടിരുന്നു. അതിന്റെ റിയാക്ഷൻ മൂലം നരേഷ് ഉണ്ടായിരുന്ന പിൻവശം പതുക്കെ പതുക്കെ സൂര്യനിൽ നിന്ന് അകലുകയായിരുന്നു. അതായത് താൻ ജയിച്ചു. തനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു. കമ്പ്യൂട്ടർ സുഹൃത്തിനെ ബലി കൊടുത്ത് നരേഷിന്റെ വായിൽ ഒരുതരം കൈപ്പുരസം അനുഭവപ്പെട്ടു. തന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി കമ്പ്യൂട്ടർ നിശബ്ദം ആത്മബലി നടത്തിയിരിക്കുന്നു. സ്വന്തമായിട്ട് ബലി കഴിച്ചിരിക്കുന്നു. സൗരോഷ്മാവിൽ ഭസ്മമായി മാറുന്നതിന് മുൻപ്, സൂര്യന്റെ ഊഷ്മാവിൽ, ചൂടിൽ അത് ഭസ്മമായി മാറുന്നതിന് മുമ്പ് അതിനോട് 2 വാക്ക് സംസാരിക്കാനുള്ള മോഹം നരേഷിന്റെ മനസ്സിൽ പൊങ്ങി വന്നു. കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് കൂടി റേഡിയോ സന്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുമായിരുന്നു. നരേഷ് മൈക്കിന്റെ അടുത്തേക്ക് ഓടി. ഹലോ ഹലോ. കമ്പ്യൂട്ടറുമായി സമ്പർക്കം സ്ഥാപിക്കാനുള്ള ബട്ടൺ അമർത്തിക്കൊണ്ട് അയാൾ ഉറക്കെ വിളിച്ചു. ഹലോ. കമ്പ്യൂട്ടറിൽ നിന്ന് ഉള്ള ശബ്ദം കേൾക്കായി. ഹലോ, ഞാൻ നരേഷ് ആണ്. നിനക്ക് 5 മിനിറ്റ് കൂടി, അതായത് നിനക്ക് 5 മിനിറ്റ് മാത്രം. അറിയാം, 5 മിനിറ്റിനകം ഞാൻ സൂര്യ തേജസ്സിൽ ലയിച്ചു ചേർന്നില്ലാതാവും. കമ്പ്യൂട്ടറിന്റെ ശബ്ദം അതീവ നിർവികാരമായിരുന്നു. വളരെയധികം. ഒട്ടും തന്നെ ഒരു വികാരവും ഉണ്ടായിരുന്നില്ല. ഓ, നിനക്കറിയാമല്ലേ? നിനക്കൊന്നും തോന്നുന്നില്ലേ? നീ ഞാൻ ആത്മരക്ഷയ്ക്കുള്ള വഴിയൊന്നും കാണാതിരുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ ചോദിക്കുന്നത്? അതായത് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാത്തത് എന്താണ് എന്നാണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, എനിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ? എന്റെ കാലുകളിൽ ചങ്ങലയിട്ടു. എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? ചങ്ങലയോ? എന്തു ചങ്ങല? ഈ ചങ്ങല തന്നെ. മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം, പിന്നെ സാധിക്കുകയാണെങ്കിൽ മാത്രം സ്വരക്ഷയ്ക്ക്, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുക എന്ന നിയമമാണല്ലോ എന്റെ തലയിൽ നീ തന്നെ ഫീഡ് ചെയ്തിട്ടുള്ളത്. അത് ചങ്ങലയല്ലാതെ മറ്റെന്താണ്? ഞാൻ ഇവയിൽ മനുഷ്യനാണ് മുൻഗണനയെന്ന് നീ എന്റെ മനസ്സിൽ സ്ഥിരമായി കയറ്റിവെച്ച തത്വമല്ലേ? ഈ നിയമത്തെ ലംഘിക്കാൻ എനിക്കു കഴിയില്ല. ഈ നിയമത്താൽ എന്നെ കെട്ടിയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു നിയമമുണ്ട്.
അപ്പൊ ഏതവസ്ഥയിലും മനുഷ്യനാണ് ഒന്നാം സ്ഥാനം, മുൻഗണന. അത് കഴിഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കാൻ പാടുള്ളൂ എന്ന് ഉള്ള ഒരു നിയമം എന്നേ എന്നിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. കെട്ടിയിട്ടിരുന്നു. കമ്പ്യൂട്ടറിൽ നിന്ന് ഉള്ള ശബ്ദം ഇപ്പോൾ വളരെ ക്ഷീണിതമായി തോന്നി. വാഹനത്തിന്റെ മുൻഭാഗം അതിവേഗത്തിൽ സൂര്യനിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടുകയായിരുന്നു. നരേഷിന്റെ കാതിൽ ചെണ്ടകളുടെ ഉഗ്രശബ്ദം കേട്ടു തുടങ്ങി. ഡും 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 ഡും. ബലിയർപ്പിക്കാനായി തയ്യാറാക്കി നിർത്തിയ ചെറുപ്പക്കാരന്റെ നിലവിളി ആ വാദ്യഘോഷത്തിൽ അലിഞ്ഞില്ലാതാവുകയായിരുന്നു. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച നരബലിയെ കുറിച്ചുള്ള ഓർമ്മ നരേഷിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുകയാണ്. ചെറുപ്പക്കാരനെ കുറിച്ചുള്ള ഓർമ്മ. അതാണ് ആ വാദ്യഘോഷങ്ങളുടെ ശബ്ദം അപ്പോൾ കേൾക്കാനിടയാവുന്നത്. ബഹിരാകാശ പേടകം നിന്നിടത്തു നിന്ന് ഒന്ന് വട്ടം കറങ്ങി. സൂര്യന്റെ രശ്മികളേറ്റ് അതിന്റെ പിൻഭാഗം വാൾത്തല പോലെ മിന്നിത്തിളങ്ങി. നരേഷിന്റെ കണ്ണുകൾക്ക് ആ പ്രകാശം സഹിക്കാനായില്ല. അയാൾ കൈകൾ കൊണ്ട് കണ്ണുകൾ മറച്ചു. അപ്പൊ ആ കാഴ്ച കാണാതിരിക്കാനാണോ അതോ ആ കാഴ്ചയിലേക്ക് ആ കണ്ണുകൾ തുറക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ നരേഷ് കണ്ണുകൾ പൊത്തിക്കളഞ്ഞു. അപ്പൊ അത്രയും നേരവും തന്റെ സഹയാത്രികനായിരുന്ന കമ്പ്യൂട്ടറാണെങ്കിലും അവർ തമ്മിലുണ്ടായിരുന്ന അഗാധമായ ഒരു ബന്ധം, ഒരു വലിയ യാത്രയിൽ, ഒരു വലിയ ദൗത്യത്തിൽ പങ്കാളിയായിരുന്ന ഒരാള് നഷ്ടപ്പെടുമ്പോൾ, അതൊരു യന്ത്രമാണെങ്കിൽ കൂടി അല്ലെ, മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളെ വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിക്കാൻ നമ്മുടെ കഥാകൃത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കഥ മാനവമിത്രം മറാഠി ശാസ്ത്ര കഥകൾ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ എഴുത്തുകാരനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ജനിച്ചത് മുംബൈയിലാണ്. മറാഠി ഭാഷയിലെ ഒരു സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനാണ്. സയൻസ് ഫിക്ഷൻ എന്ന സാഹിത്യ വിഭാഗത്തിന് മഹാരാഷ്ട്ര സർക്കാരിന്റെ സാഹിത്യ അവാർഡിന് അദ്ദേഹം 3 തവണ അർഹനായിട്ടുണ്ട്. പ്രധാന കൃതികള് സ്കൈ വാക്കർ, അടുത്ത കോൾ, കമ്പ്യൂട്ടറിന്റെ നിഴൽ, ഇതെല്ലാം സയൻസ് ഫിക്ഷൻ ശേഖരങ്ങളാണ്. അകാന്ത്, ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കിയുള്ള ഒരു നോവൽ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഈ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് കാളിയത്ത് ദാമോദരൻ എന്ന വിവർത്തന സാഹിത്യകാരനാണ്. അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയായിരുന്നു. ചിറ്റമൃത്, VS ഖണ്ടേക്കറുടെ കൃതി അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. മനുഷ്യരുണരുമ്പോൾ, ഗോദാവരി പരുളേക്കരുടെ ആത്മകഥയുടെ തർജ്ജമ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അക്കർമാശി, ഇത് ശരൺകുമാർ ലിംബാളയുടെ ആത്മകഥയുടെ വിവർത്തനമാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇതോടുകൂടി നമ്മുടെ പാഠഭാഗത്തിന്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.